കടയിൽ കിട്ടുന്ന അതേ ടൈപ്പ് ബർഗറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായതെന്ന് പറയുന്നത് കുറച്ച് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ബോൺലെസ് ചിക്കൻ, കുറച്ച് മയോണൈസ്, ഇതൊക്കെയാണ്. അപ്പം ഈ സാധനങ്ങളെല്ലാം കൂടി മിക്സിയിലിടുക, എന്നിട്ട് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റ് പറയുമ്പോൾ ഓവർ അങ്ങനെ അധികം ഒരു ഫൈൻ പേസ്റ്റ് ആക്കണ്ട, ഒരു അത്യാവശ്യം നമുക്കൊരു പാറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പേസ്റ്റ് രീതി നമുക്കൊരു മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉരുളക്കിഴങ്ങ് അടിക്കുന്ന പോലെ ആ രീതിക്ക് അടിച്ചെടുക്കുക. അപ്പോൾ അതിനാവശ്യമായത് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് എല്ലാം, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കാര്യങ്ങളൊക്കെ അത്രയേ വേണ്ടൂ. പിന്നെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസാണ്, അത് ഓൾറെഡി അതിനകത്തേക്ക് കുറച്ച് ആഡ് ചെയ്യുക. മയോണൈസിൽ ഉപ്പ് ഇടുമ്പം ശ്രദ്ധിക്കുക, കാരണം രണ്ടും കൂടി ഉപ്പാകുമ്പോൾ ഉപ്പ് കൂടിപ്പോയത്. അതിനുശേഷം ഒരു നല്ല രീതിക്ക് അങ്ങ് മിക്സർ ചെയ്യുക. ഫൈൻ പേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മളിവിടെ ഫൈൻ പേസ്റ്റ് ആയിപ്പോയത് കൊണ്ട് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഒന്ന് സെറ്റാക്കി എടുത്തത്. അപ്പം ബ്രെഡ് ക്രംസ് ഇപ്പം ഫൈൻ പേസ്റ്റ് ആയിപ്പോയ ആൾക്കാർക്കെല്ലാം ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് തിക്കാക്കി എടുക്കാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഫൈൻ പേസ്റ്റ് ആയിപ്പോയത് കൊണ്ട് തന്നെ കുറച്ചധികം ബ്രെഡ് ക്രംസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ശേഷം കുറച്ച് ഓയിൽ കയ്യിലേക്ക് ആക്കുക. ബണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ബണ്ണാണെങ്കിൽ ചെറിയ പാറ്റി ആക്കിയാൽ മതി, വലിയ ബണ്ണാകുമ്പം വലിയ പാറ്റി ആക്കണം. എന്നാലേ ബാക്കിയുള്ള അതിൻ്റെ മുകളിൽ വരുന്ന വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ നല്ല രീതിക്ക് നിന്ന് കിട്ടും. പിന്നെ പാറ്റി എന്ന് പറയുമ്പോൾ അത്ര തിന്നാക്കാൻ പാടില്ല, കുറച്ചൊരു തിക്നെസ് ഉണ്ടാകണം ഒരാവശ്യത്തിന്. എന്നാലേ പിന്നെ ഓൾറെഡി അടിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് വേവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല അതിന്. അപ്പം നമ്മളിവിടെ ഒരു 6 എണ്ണമാണ് ഇപ്പം നിലവിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാറ്റി കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കുറച്ചൊന്ന് സെറ്റാക്കി എടുത്തതാണ്. ശേഷം ബട്ടർ ഇട്ടിട്ട് 2 സൈഡും നല്ല രീതിക്ക് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം ബണ്ണ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പീസാക്കുക. അത് ബട്ടറിൽ തന്നെ ഇട്ട് ഒന്ന് മുക്കിയെടുക്കുക. 2 സൈഡൊന്ന് മുരിച്ചെടുക്കുക. ശേഷം കസ്ലീഫ്, ക്യാപ്സിക്കം, കുക്കുംബർ, ക്യാരറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിച്ചത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതായ രീതിയിലുള്ള ഇഷ്ടപ്പെടുന്ന വെജിറ്റബിളൊക്കെ അതിന് മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ ശേഷം മയോണൈസിൽ കുറച്ച് സോസും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള മയോണൈസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതും കസ്ലീഫും കുക്കുംബറും ക്യാപ്സിക്കും കൂടി വെച്ചു. അതിൻ്റെ മുകളിൽ പാറ്റി വെച്ചു. അതിൻ്റെ മുകളിൽ ചീസ് വെച്ചു. അപ്പോൾ ഡബിൾ ചീസ് അല്ലെങ്കിൽ ഡബിൾ പാറ്റിയൊക്കെ വേണ്ട ആൾക്കാർക്ക് ആ രീതിക്ക് തന്നെ അട്ടിയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓവനുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമ്മളിവിടെ ഓവൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാ ഫ്രൈ പാനിൽ വെച്ചു. അതിൻ്റെ മുകളിൽ ഒരു പാത്രം കമഴ്ത്തി വെക്കുക ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓവണാകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നമുക്ക് കടയിൽ കിട്ടുന്ന ബർഗറിൻ്റെ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് അത് പാറ്റിയാണ് വരുന്നത്. പിന്നെ അന്നസറി കെമിക്കൽസും കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. സോസുകളോ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന സോസുകളും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.